1 പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്ക് മിഠായി പദ്ധതി വഴിയുള്ള സൗജന്യ മരുന്ന് വിതരണം പുനരാരംഭിച്ചു. ഇൻസുലിൻ, സ്ട്രിപ്പ്, ലാൻസെന്റ് അടക്കമുള്ളവയുടെ വിതരണമാണ് പുനരാരംഭിച്ചത്. മരുന്ന് വിതരണം നിലച്ചതോടെ രോഗബാധിതർ പ്രതിസന്ധിയിലായത് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ടൈപ്പ് 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്കും കൗമാരക്കാർക്കും മിഠായി പദ്ധതി വഴിയുള്ള സൗജന്യ മരുന്ന് വിതരണം മാസങ്ങളായി മുടങ്ങിയത് ന്യൂസ് മലയാളം വാർത്തയാക്കിയിരുന്നു. ഇൻസുലിൻ അടക്കമുള്ളവയുടെ വിതരണം നിലച്ചതോടെ രോഗബാധിതർ വൻ തുക മുടക്കി ഇൻസുലിൻ, സ്ട്രിപ്പ്, ലാൻസെന്റ് അടക്കമുള്ളവ പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയിലായിരുന്നു. പരസ്യ പ്രതിഷേധവുമായി രോഗബാധിതരും മാതാപിതാക്കളും രംഗത്തെത്തിയതോടെയാണ് മരുന്ന് വിതരണം പുനഃസ്ഥാപിച്ചത്. ഞങ്ങൾക്കിപ്പോൾ ചാനലുകാരുടെ ഇടപെട്ടത് കാരണം 1 മാസത്തേക്കുള്ള ഇൻസുലിൻ കിട്ടിയിട്ടുണ്ട്. ആ ഇൻസുലിൻ കിട്ടിയതിന് ചാനലുകാരോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു, ഗവൺമെന്റിനോട് നന്ദി പറയുന്നു. മരുന്ന് വിതരണം പുനഃസ്ഥാപിച്ചതിൽ നന്ദിയുണ്ടെന്നും വരും മാസങ്ങളിലും വിതരണം കൃത്യമായി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രോഗബാധിതരുടെ മാതാപിതാക്കൾ പറഞ്ഞു. അതായത് ഈ മാസം ചിലപ്പോൾ ഒരു കമ്പനിയുടെ മരുന്നാണ് തരുന്നതാണെങ്കിൽ അടുത്തതിന് നമുക്ക് വേറൊരു മരുന്നാണ് തരുന്നത്. അപ്പോൾ അതിങ്ങനെ കുട്ടികളിൽ പല മരുന്നുകളും പിന്നെ പല കമ്പനീൻ്റെയും മരുന്ന് കുട്ടികളിൽ ഇൻസുലിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിനുള്ള തകരാറും ഉണ്ടാവുമല്ലോ. അപ്പം പരമാവധി നമുക്ക് എന്ത് ചെയ്യണം, ഒരേ കമ്പനീൻ്റെ മരുന്ന് തന്നെ, അതായത് എല്ലാ മാസവും മാറ്റാതെ സ്ഥിരമായിട്ട് നമുക്ക് ഒരു കമ്പനിയുടെ മരുന്ന് നമുക്ക് തരാനുള്ളൊരു കഴിവ് ഉണ്ടാക്കി തരണം. പദ്ധതി വഴിയുള്ള മരുന്ന് വിതരണം നിലച്ചതോടെ രോഗബാധിതരുടെ കുടുംബങ്ങൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു. ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, ഇടപെടലാണ് വാർത്ത എന്നത് വീണ്ടും തെളിയിക്കുന്നു ന്യൂസ് മലയാളത്തിലൂടെ. ഇപ്പോൾ ഈ പദ്ധതി പുനരാരംഭിക്കുന്നതോടെ ഒട്ടേറെ കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും വലിയ ആശ്വാസം. വിവരങ്ങൾ പറയും. അരുണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 2018 ഈ ടൈപ്പ് 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികളുടെയും കൗമാരക്കാരുടെയും സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ മിഠായി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മിഠായി പദ്ധതിയുടെ പ്രവർത്തനം വലിയ വിജയമായിരുന്നു. കാരണം ഈ ശരാശരിയിലും താഴെ സാമ്പത്തിക നിലവാരമുള്ള, അതായത് BPL കുടുംബങ്ങളായിട്ടുള്ള ആളുകളിൽ അത്തരത്തിലുള്ള കുട്ടികൾക്കും കൗമാരക്കാർക്കും ഈ ടൈപ്പ് 1 പ്രമേഹ രോഗബാധ ഉണ്ടെങ്കിൽ അവരെ മിഠായി പദ്ധതിയിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുള്ള അപേക്ഷ നൽകുന്നു, അങ്ങനെ മിഠായി പദ്ധതിയിൽ എടുക്കുന്നു. അങ്ങനെ മിഠായി പദ്ധതിയിലൂടെ ഇവർക്കുള്ള ഇൻസുലിൻ, ലാൻസെന്റ്, സ്ട്രിപ്പ് അടക്കമുള്ള ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ് ഈ മിഠായി പദ്ധതി എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം BPL കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രമേഹ രോഗബാധിതരായ ടൈപ്പ് 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികളുടെ ചികിത്സ പ്രതിമാസവും നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത തന്നെയാണ്. കാരണം ഈ മരുന്നുകളെല്ലാം തന്നെ ഇൻസുലിൻ അടക്കമുള്ളവ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുമ്പോൾ 10,000 മുതൽ 20,000 രൂപ വരെ പ്രതിമാസം ഈ കുട്ടികളുടെ ചികിത്സയ്ക്കായി മാത്രം ഈ കുടുംബങ്ങൾ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കുടുംബങ്ങളെ തള്ളിവിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മിഠായി പദ്ധതി എന്ന് പറയുന്നത് ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ മിഠായി പദ്ധതി വഴിയുള്ള ഈ മരുന്ന് വിതരണം തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. പലപ്പോഴായി പരാതികൾ നൽകുന്നു, പലപ്പോഴായി നമ്മൾ തന്നെ പല ഘട്ടങ്ങളിലായി വാർത്തകൾ നൽകിയിട്ടുണ്ട്. അവസാനമായി ഈ മിഠായി പദ്ധതിയിൽ ഉൾപ്പെട്ട ഈ രോഗബാധിതരുടെ കുടുംബാംഗങ്ങളും, അതായത് മാതാപിതാക്കളും ഈ രോഗബാധിതരായിട്ടുള്ള കുട്ടികളുമടക്കം പരസ്യ പ്രതിഷേധത്തിനായി റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയാണ് നമ്മളിത് അവസാനമായി വീണ്ടും വാർത്തയാക്കുന്നത്. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മരുന്ന് വിതരണം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. കോഴിക്കോട് മിഠായി സെന്റർ വഴി ഇന്നലെ ഈ കുട്ടികൾക്കുള്ള മരുന്ന് വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇൻസുലിൻ അടക്കമുള്ളവയാണ് വിതരണം ചെയ്യുന്നത് ഇപ്പോഴും. പക്ഷേ ഈ മരുന്ന് വിതരണം പുനഃസ്ഥാപിച്ചതിൽ മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസമുണ്ട്, വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ പങ്കുവയ്ക്കുന്ന ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ മരുന്ന് വിതരണം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നമ്മൾ വാർത്ത ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ മരുന്ന് വിതരണം പുനഃസ്ഥാപിച്ചു. എന്നാൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും സമാന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാകും. അതോടൊപ്പം തന്നെ അവർ മുൻപോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശങ്ക, ഈ പലപ്പോഴും ഇൻസുലിൻ ലഭിക്കുന്നത് ഓരോ മാസവും പല കമ്പനികളുടെ ഇൻസുലിനാണ് ഇവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ പല കമ്പനികളുടെ ഇൻസുലിൻ ലഭിക്കുമ്പോൾ അത് ഈ കുട്ടികളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമോ എന്നൊരു ഭയം കൂടി ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ലഭിക്കുന്ന ഇൻസുലിൻ കൃത്യമായി ഒരേ കമ്പനിയുടെ ഇൻസുലിൻ എല്ലാ മാസവും ലഭിക്കുക. ഈ ലഭിക്കുന്ന സ്ട്രിപ്പുകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ഒരു ദിവസം 4 തവണയെങ്കിലും ഈ കുട്ടികളെ ഇത്തരത്തിൽ ഈ ഒരു ഈ പ്രമേഹം ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു ടെസ്റ്റിന് ഒരു സ്ട്രിപ്പ് എന്ന നിലയിൽ ഒരു ദിവസം 4 സ്ട്രിപ്പ് എന്ന നിലയിൽ ഒരു മാസം വലിയ അളവിൽ സ്ട്രിപ്പുകൾ ആവശ്യമുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മിഠായി പദ്ധതി വഴി ലഭിക്കുന്ന സ്ട്രിപ്പുകളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഇടപെടുകയാണ്. അതായത് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി അത് താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെടുന്നു എന്ന് മാത്രം. പക്ഷേ ചില ആശങ്കകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണം. സ്ഥിരമായി ഇത്തരം സൗജന്യം മരുന്ന് ലഭിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണം.
വേണം. ഇന്ന് കിട്ടി നാളെ കിട്ടില്ല എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നൊരു ആശങ്ക ഈ കുടുംബത്തിനുണ്ടല്ലേ, ഈ കുടുംബങ്ങൾക്ക്? അത് അരുണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ സമാനമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ഈ മിഠായി പദ്ധതിയിലൂടെ മരുന്ന് വിതരണം നിലച്ചതിനെ സംബന്ധിച്ച വാർത്തകൾ ചെയ്തിരുന്നു. അന്നും സമാന രീതിയിൽ തന്നെ വാർത്തയിലൂടെ ഉണ്ടായ ഇടപെടലിനനുസരിച്ച് മരുന്ന് വിതരണം വീണ്ടും പുനഃസ്ഥാപിക്കുന്നു. പിന്നീട് ഏകദേശം 6 മാസക്കാലം യാതൊരു കുഴപ്പവുമില്ലാതെ മരുന്ന് വിതരണം കൃത്യമായി നടന്നുപോയി. പിന്നീടാണ് വീണ്ടും കഴിഞ്ഞ ഒരു 2 മാസക്കാലമായി ഈ മരുന്ന് വിതരണം നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് വിതരണം നിലയ്ക്കുന്നു, വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, പ്രതിഷേധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെ കുറച്ച് കാലം മരുന്ന് ലഭിക്കുന്നു, കുറച്ചു കാലം മരുന്ന് ലഭിക്കാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ കീഴിലല്ല, സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിലാണ് ഈ ഒരു മിഠായി പദ്ധതി വരുന്നത്. അപ്പോൾ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം, വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. കാരണം 1000-ലധികം കുട്ടികളുണ്ട് ഈ ഒരു മിഠായി പദ്ധതിയിൽ ഉൾപ്പെട്ട് കിടക്കുന്ന 1000-ലധികം കുട്ടികളുണ്ട്. അവർക്ക്, ആ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. അതിലൂടെ ലഭിക്കുന്ന മരുന്ന് അത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥയ്ക്കും ഏറെ സഹായകരമാകുന്ന ഒരു പദ്ധതിയാണ്. അത് കൃത്യമായി നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമാണ്. പക്ഷേ അത് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകുന്ന സാഹചര്യം അത് വളരെ ആശങ്ക ഉളവാക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ ഇൻസുലിന്റെ ലഭ്യത കുറവാകുമ്പോൾ, ഇൻസുലിൻ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുമ്പോൾ വലിയ തുക കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു. പക്ഷേ ചില കുടുംബങ്ങളെ സംബന്ധിച്ചോളം അത്തരത്തിൽ അത് വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഇൻസുലിൻ വാങ്ങാതെ അല്ലെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കാതെ ദിവസങ്ങളോളം ഈ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ സാഹചര്യമുണ്ട്. ഈ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. പെട്ടെന്ന് തലകറങ്ങി വീഴുക, പെട്ടെന്ന് ആരോഗ്യസ്ഥിതി വഷളാകുന്ന, പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ടും ഈ ഇൻസുലിൻ അടക്കമുള്ളവ ഇവർക്ക് കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബം പങ്കുവയ്ക്കുന്ന മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഗ്ലൂക്കോസ് മോണിറ്റർ സംവിധാനമുണ്ട്. അത് ഒരു മെഷീനുണ്ട്. ആ മെഷീൻ കൃത്യമായും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിലൂടെ കുട്ടികൾക്ക് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് ഉപയോഗിച്ച് ഈ പരിശോധന നടത്തേണ്ട ആവശ്യമില്ല. അത് കൃത്യമായിട്ടുള്ള ഗ്ലൂക്കോസ് മോണിറ്റർ സംവിധാനത്തിലൂടെ അത് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. അത് കയ്യിൽ ഘടിപ്പിക്കുന്ന ഒരു ചിപ്പ് പോലത്തെ ഒരു സംവിധാനമാണ്. അത് അത്തരത്തിലുള്ള സംവിധാനം കൂടി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അതും വലിയ ആശ്വാസമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഇപ്പോൾ ഈ മരുന്ന് വിതരണം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിന്ന് പോകരുത് എന്ന ആവശ്യമാണ് ഈ കുടുംബങ്ങൾക്ക് മുൻപോട്ട് വയ്ക്കാനുള്ളത്, കുട്ടികൾക്ക് മുൻപോട്ട് വയ്ക്കാനുള്ളത്. കാരണം അവസാനമായി നമ്മൾ ഈ കുട്ടികളുമായി അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ തന്നെ അവർ പരസ്യ പ്രതിഷേധത്തിലേക്ക്, കൊച്ചു കുട്ടികളടക്കമുള്ള ആളുകൾ, കാരണം ഇത് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമല്ല, പാരമ്പര്യമായി ഉണ്ടായി വരുന്ന ഒരു രോഗമല്ല, ജന്മന തന്നെ ഉണ്ടാകുന്ന. ശരി ബെൻസൺ, ഏതായാലും വകുപ്പുകളുടെ കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഇനിയും തുടർന്നും ഉണ്ടാകേണ്ടതാണ്. എന്തായാലും ന്യൂസ് മലയാളം വാർത്തയിൽ ഒരേ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്ക് സൗജന്യ മരുന്ന് വിതരണം മിഠായി പദ്ധതിയിലൂടെ പുനരാരംഭിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു.